ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന മഴയെല്ലാം കഴിഞ്ഞ് ശാന്തമായ സ്കൈ, ശാന്തമായ അന്തരീക്ഷം, എന്നാലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടേ. പിന്നെ നോർമലി ഞങ്ങൾ മഴയുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കുകയാണ് പതിവ്. അന്ന് നോക്കിയപ്പോൾ റിസ്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അരി വറുത്ത് പൊടിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുക്കളയ്ക്ക് പോയി. എന്നിട്ട് അമ്മ ഒരു പാത്രത്തിലേക്ക് അരി ഇട്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചീനച്ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ കഴുകിയ അരി അതിലേക്ക് ഇട്ടിട്ട് വറക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം എന്താ അറിയോ, അതിലത്തെ വെള്ളത്തിൻ്റെ അംശം നിങ്ങൾക്ക് നോക്കിയാൽ അതിൽ കാണാം. അത് നല്ലോണം വറ്റണം. എന്നിട്ട് ഒന്നും തൊടാതെ വിട്ട് കിട്ടണം. ആ ഒരു പരുവത്തിലേക്ക് നല്ലോണം ഡ്രൈ റോസ്റ്റ് ആക്കണം. ഇത്തിരി ഹാർഡായിട്ടുള്ള പണിയാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ പിന്നെ തിന്നാൻ കിട്ടുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റോട് കൂടി അതിൽ നിന്നിട്ട് അത് ചെയ്തു. പിന്നെ മുഴുവൻ അമ്മ തന്നെയാട്ടോ ചെയ്തത്. ഞാൻ ഈ വീഡിയോ പിടിക്കാൻ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിൽ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രം. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, നല്ലോണം റോസ്റ്റായി ഒന്നും തൊടാതെ അരിമണികൾ കിടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ സൈഡിൽ നിന്നിട്ട് 2-3 അരിമണി എടുത്ത് വായിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഈ സമയത്തെ നല്ലൊരു സൗണ്ടാണ് ഈ അരി ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട്. നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ നാളികേരം പൊതിക്കാനൊന്നും എനിക്കറിയില്ല. അമ്മ തന്നെയാണ് എപ്പോഴും എനിക്ക് പൊതിച്ച് തരിക. എന്നിട്ട് ഞാൻ ചെരുകി കൊടുക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ നാളികേര വെള്ളം കുട്ടിപ്പട്ടാളങ്ങൾക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് അടുത്ത പ്രോസസ്സിങ് അത് ചെരുക എന്നുള്ളതാണ്. അതും എനിക്ക് മടിയുള്ള കാര്യമാണ്, എന്നാലും അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ചെരുകിയൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഇത് മിക്സിയൊക്കെ റെഡിയാക്കി ഈ വറുത്ത് വെച്ച അരി മിക്സിയിൽ ജാറിലേക്ക് കുറച്ചായിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിക്കണ്ട, എന്നാലും ഒരു തരിതരിപ്പ് മട്ടിൽ നല്ലതുപോലെ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് ഞങ്ങളുടെ പുതിയ മിക്സി കേട്ടോ, വാങ്ങിച്ചിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ വെള്ളം നിറം അങ്ങനെ മങ്ങാതെ നല്ല രീതിക്ക് നിൽക്കണേ. അങ്ങനെ പൊടിക്കണം അമ്മ അരി വറുത്തത്. അത് പൊടിച്ച് നല്ല രീതിക്ക് നൈസാക്കി എടുത്തേക്കുക. കുറച്ച് തരിതരിപ്പൻ മട്ടിലെടുത്തേക്കുക. ഇനി അതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ശർക്കര പിന്നെ പൊടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ചെറിയൊരു കഷ്ണം എടുത്ത് കഴിക്കാറുണ്ട്. ഈ ശർക്കരയും നാളികേരവും നല്ല കോമ്പിനേഷനാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അതിനിടയ്ക്ക് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ട് അതെടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇനി ശർക്കര അമ്മ ഡയറക്റ്റ് മിക്സിയിലിട്ട് പൊടിക്കുകയല്ല ചെയ്തത്. ആദ്യം കല്ലിലിട്ടിട്ട് നല്ലോണം ഇടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുക ചെയ്ത്. എന്നിട്ട് ആ മിക്സിലേക്ക് അരി പൊടിച്ച് വെച്ച മിക്സിലേക്ക് നല്ലോണം ഈ ശർക്കരയെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് നാളികേരം ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുക. അത് ഇത്തിരി നിന്നിട്ടുള്ള പണി കേട്ടോ. കാരണം കുറച്ച് നാളികേരം ഇട്ട് മിക്സ് ചെയ്ത്